ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിജയദശമി ആശംസകൾ പ്രധാനമായിട്ടും പറയുകയാണ്. ഓരോ ആഘോഷങ്ങളും നമ്മൾക്ക് തരുന്ന പ്രചോദനം, നമുക്ക് തരുന്ന സന്ദേശം തിന്മയിൽ നിന്നും നന്മയിലേക്ക് വരിക എന്നാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇതാവണം ഓരോ ആഘോഷങ്ങളും. വിജയദശമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ആ വിദ്യാദായിനി ആയിരിക്കുന്ന ആ സരസ്വതി ദേവിയുടെ അതിവിശേഷപ്പെട്ട ദിവസമാണിന്ന്. ഈ 9 രാത്രികളിലായിട്ട് ദേവി ഓരോ ഭാവത്തിലും വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയായിരുന്നു. ഇന്ന് വിജയദശമി ദിവസം ധാരാളം കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള പാണ്ഡിത്യം നിറഞ്ഞിട്ടുള്ളതായ ആ ആചാര്യന്മാരുടെയും തന്ത്രിമാരുടെയും ഒക്കെ അരികിൽ ഇന്ന് അക്ഷരം കുറിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടും അത് അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിജയദശമി ദിവസം ഞാൻ ഒരു അധ്യാപിക എന്നൊന്നും പറയാൻ ഇഷ്ടമല്ല. കാരണം ഇതൊക്കെ പഠിപ്പിക്കുക എന്നല്ല, നമ്മൾ പഠിക്കുക എന്നും കൂടെ നമുക്കിത് വിശേഷിക്കാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സൗന്ദര്യലഹരി നമ്മൾ പഠിച്ചത് നാരായണ ഭട്ടതിരിപ്പാട് അമ്പലപ്പുഴയിൽ നിന്നുമാണ് നമ്മൾ പഠിച്ചത്. അത് ഒരു വർഷം കൊണ്ടൊന്നും അല്ല നമ്മളിത് പഠിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു യൂട്യൂബ് എടുത്ത് വെച്ച് പഠിച്ചതല്ല. അതേപോലെ തന്നെ ഒരു ശ്ലോകം ഒക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ അർത്ഥസഹിതം വന്നപ്പോഴത്തേക്ക് ഏകദേശം 3 വർഷം ഒന്ന് പഠിച്ചെന്ന് നമുക്ക് പറയാം. അത്രയ്ക്ക് നമുക്ക് ദൂരം എടുത്തു നമ്മളിതൊക്കെ പഠിക്കുവാനായിട്ട്. അപ്പം പഠിച്ചതിനെ മറ്റൊരാൾക്കും കൂടി നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമേ ഇതിൽ കൂടെ ഉള്ളൂ. അപ്പം മൂകാംബികയമ്മയുടെ അനുഗ്രഹത്തോടെ നമ്മളിന്ന് സൗന്ദര്യലഹരിയിലെ 1ാമത്തെ ശ്ലോകം നമ്മളിന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥസഹിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ 1ാമതായിട്ട് പറയാണ്, സൗന്ദര്യലഹരി എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ ദേവിയുടെ ആ സൗന്ദര്യലഹരി ഒരു ലഹരിയാണതും. ഇന്ന് ധാരാളം ലഹരികളില്ലേ, അതിലെ ഒരു ലഹരിയാണ് അമ്മയുടെ ലഹരി. അമ്മയുടെ നാമങ്ങൾ നമ്മൾ 100 ശ്ലോകങ്ങളാണുള്ളത്. ഈ 100 ശ്ലോകത്തിൽ കൂടെ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ദിവസവും പാരായണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലെ അനുഭവിച്ചറിയാം. അതേ ഇപ്പോൾ പറയാൻ പറ്റൂ. എന്തൊക്കെയാണോ നമുക്കുണ്ടായിരുന്ന വിഷമങ്ങൾ, എന്തൊക്കെയാണോ ദുർഘടങ്ങൾ, അതുപോലെ എന്തെല്ലാം പ്രശ്ന പരിഹാരങ്ങൾക്കും ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി ഗ്രന്ഥം. ഉത്തിഷ്ടകാര്യപ്രാപ്തിക്ക് വേണ്ടി ഈ ശ്ലോകങ്ങൾ ഓരോന്നും നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പം എല്ലാവരും സൗന്ദര്യലഹരി ശ്ലോകങ്ങൾ പഠിക്കുക. ഇന്ന് 1ാമത്തെ ശ്ലോകം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളാണ് സൗന്ദര്യലഹരി ശ്ലോകങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഭാരതത്തിലെ ഓരോ വ്യക്തികൾക്കും എടുത്തറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം എന്തായാലും നമുക്ക് ഈ കൃതിയിൽ 1ാമത്തെ, അതായത് ഏതൊരു ഭക്തൻ്റെയും ഹൃദയത്തിൽ നിന്നുണ്ടായിട്ടുള്ള 1ാം സ്ഥാനമാണ് ഈ കൃതിക്ക്, അതായത് സൗന്ദര്യലഹരിക്ക്. നമുക്ക് തുടങ്ങാം. ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഭക്തന്മാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറട്ടെ എന്ന് ആദ്യം തന്നെ നമ്മൾ ആശംസിച്ചുകൊണ്ട്, ഹരി ശ്രീ ഗണപതയേ നമഃ, അവിഘ്നമസ്തു, ശ്രീ മഹാത്രിപുര സുന്ദര്യേ നമഃ. 1ാമത്തെ ശ്ലോകം. ആദ്യ ശ്ലോകം ഒന്ന് ചൊല്ലുന്നു, പിന്നെ നമുക്ക് അർത്ഥതലത്തിലേക്ക് വരാം. അപ്പോൾ ഗുരുനാഥനെ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ എല്ലാം പാദത്തിൽ പ്രണമിച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലാൻ പോവുകയാണ്. ശിവശക്ത്യായുക്തോ
യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദ്ദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അർത്ഥത്തിലേക്ക് വരാം. ശിവ, ശിവ എന്ന് വിളിക്കുന്നത് പരമശിവനെയാണ്. യുക്തോ യതി, അതായത് കൂടിയവൻ എന്നുള്ളൊരർത്ഥം. അതായത് ആ പരമശിവന്റെ ഓട് കൂടിയവൾ, പരമശിവനോട് കൂടിയവൾ എന്നർത്ഥം. ഭവതി ശക്ത, ശക്തനായിട്ട് ഭവിക്കുന്നു. പ്രഭവിതും, പ്രഭുവായിരിക്കുന്നതിനെ. നജേ ദേവം ദേവ, ആ പരമശിവൻ ഇപ്രകാരം, അതായത് പരാശക്തിയോടുകൂടി ഇരുന്നില്ലെങ്കിൽ ന ഖലു കുശല, സമർത്ഥനായി ഭവിക്കുന്നില്ല. സ്പന്ദിതുമപി, ഒന്നനങ്ങുന്നതിനു പോലും. അധസ്ത്വാം, ഇത് ഹേതുവായിട്ട് നിന്ദ്രുവടിയെ. ആരാധ്യാം, ആരാധ്യായ. ഹരിഹര വിരിഞ്ചാദിഭിരഭി, ഹരിഹര വിരിഞ്ചൻ, അതായത് ഹരിഹരൻ വിരിഞ്ചൻ തുടങ്ങിയവരാൽ പോലും. സ്തോതും വാ കഥം, സ്തോത്രം ചെയ്യുന്നതിനും. അകൃത പുണ്യ, പുണ്യം ചെയ്യാത്തവൻ. പ്രഭവതി, സമർത്ഥനായി ഭവിക്കുന്നു. സാരാംശം: അല്ലയോ പരാശക്തി സ്വരൂപിണിയായ ആ മഹാത്രിപുര സുന്ദരി, അഖിലാണ്ടേശ്വരി, ബ്രഹ്മനായകനും സർവമംഗളകാരകനുമായ ശ്രീ പരമേശ്വരൻ പരാശക്തിയായ നിന്ദ്രുവടിയോട് ഒരുമിച്ച് ഇരിക്കുന്നില്ലെങ്കിൽ, അതായത് ചേരുന്നില്ലെങ്കിൽ എന്നുള്ള ചിന്തിക്കാൻ പാടില്ല. ചേർന്നിരിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ശക്തനായിട്ട് തീരുന്നുള്ളൂ. അല്ലായിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഭഗവാൻ ആ കൈലാസനാഥന് ഒന്നനങ്ങുന്നതിന് പോലുമുള്ള കഴിവ് ലഭിക്കുകയില്ലായിരുന്നു. അപ്പോൾ പ്രപഞ്ചശക്തിയായിരിക്കുന്ന ആദി പരാശക്തിയുടെ ആ വൈഭവമാണ് മഹാദേവന് പോലും ഒന്നനങ്ങുവാൻ കഴിയുന്നതേ എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. ഈ ഒരു ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം ഇതാണ്. അപ്പോൾ ഈ ലോകത്തിലെ ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരര് ആരാധിക്കുന്നതും നമസ്കരിക്കുന്നതും ആ നിന്ദ്രവടിയായി അവിടെ തന്നെയാണ്, അവിടത്തേക്കാണ്. ഇതൊന്നും വേറെയല്ല, ഇതെല്ലാം ആ ഒന്നായിരിക്കുന്ന രൂപത്തെയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ആ പരമചൈതന്യമായ പരാശക്തിയെ ശോസ്ത്രം ചെയ്യുന്നതിനും പ്രണമിക്കുന്നതിനും ജന്മജന്മാന്തരങ്ങളിൽ പുണ്യം ചെയ്യാത്ത ഒരുവന് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിന് നമുക്ക് കർമ്മപുണ്യങ്ങളിൽ ഒന്നു മാത്രമാണ് നമുക്കൊക്കെ ഈ ഒരു ശ്ലോകം ചൊല്ലാനും പഠിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഒരു വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ചു വെക്കുക. ആ ജഗദീശ്വരിയെക്കുറിച്ച് നമ്മൾ ഇനി ഒരുപാട് അറിയാനുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ശ്ലോകത്തിൽ കൂടെ തന്നെ നമ്മൾ പഠിച്ചു ആ ദേവിയുടെ വൈഭവം. ശക്തിയുണ്ടെങ്കിലേ ശിവനുള്ളൂ, ശിവനുണ്ടെങ്കിലേ ശക്തിയുള്ളൂ. ഇതാണ് തത്വം. ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ആ അമ്മയുടെ ശക്തി എത്ര എന്നുള്ളത്. ആദിപരാശക്തിയായ മൂകാംബികയമ്മയുടെ ആ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും ഓരോ ശ്ലോകം വെച്ച് നമുക്ക് പഠിക്കാം.
ഈ ശ്ലോകം എല്ലാവർക്കും ഇന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി അത് വാക്കുകളായിട്ട് പറഞ്ഞു തരാം. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും നജേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമഭി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ആ വാക്കുകളുടെ അർത്ഥങ്ങളോ ഏതെങ്കിലും വാക്കുകളോ മനസ്സിലാകാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പറഞ്ഞു തരാം. ഇന്ന് ആ അമ്മയുടെ അനുഗ്രഹത്തോടെ, ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടെ നമുക്ക് ഒരു ശ്ലോകം ഇന്ന് തുടങ്ങി വയ്ക്കുവാനായിട്ട് സാധിച്ചു. വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഓരോരോ ശ്ലോകങ്ങളും പഠിച്ച് കൂടുതൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കി ശ്ലോകങ്ങൾ എല്ലാവർക്കും ചൊല്ലാനായിട്ട് സാധിക്കട്ടെ. ഹരി ഓം.